കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ലക്ഷ്മിയമ്മ തന്റെ അഭിപ്രായം നന്ദയോട് പറയണം. ഒരിക്കലും എനിക്ക് ഗാഥയെ ഒരു മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കില്ല. ഇനിയിപ്പൊ നന്ദ എന്തൊക്കെ പറഞ്ഞാലും ശരിയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് വിഷമായി. നന്ദ പറഞ്ഞു, എന്നെ പോലൊരു പെൺകുട്ടി തന്നെയല്ലേ ഗാഥ, എന്തുകൊണ്ടാണ് ലക്ഷ്മിയമ്മ അങ്ങനെ പറയണെന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പൊ നന്ദമോള് എന്നോട് വെറുതെ പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട, പൊക്കോ. ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന് പറയണം. നന്ദ വളരെ വിഷമത്തിലായിപ്പോയി. പിന്നീട് കാണിക്കുന്ന മോഹിനിയും പിങ്കിയും പവിത്രയും കൂടി കൂടിയിട്ട് ആ വലിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുമായിരുന്നു. അതെ, അവളെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ചേ പറ്റുള്ളൂ. ആ ഗാഥയെ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്ന് പറയാം. ഈ സമയത്ത് മോഹിനി പറഞ്ഞല്ല, ഇപ്പൊ എന്ത് ചെയ്യാനാ പ്ലാന്, എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ എന്ന് പറയാണ്. ഈ സമയത്ത് പവിത്ര അങ്ങോട്ട് കയറിപ്പോയി. ഒരു ഐഡിയ ആണെന്ന് പറഞ്ഞ് കയറി പോവാണ്. അല്ല, പോയ പവിത്ര ഇതുവരെയായിട്ടും തിരിച്ചു വന്നില്ലെന്ന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും പിങ്കി ചോദിക്കാം. മോഹിനി പറഞ്ഞ്, പവിത്രയല്ലേ, അവള് വന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ആ പൈങ്കിൾ നോവലിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം, അവളെ ഈ വീട്ടിൽ നിന്ന് പായിക്കാനുള്ള ഐഡിയ. ഇപ്പൊ അതോ ഒരു പോംവഴി ഉള്ളെന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോ പവിത്ര ഇറങ്ങി വരുന്നേ. പവിത്ര ചോദിച്ചു, അല്ല നീ എന്താ പ്ലാൻ ചെയ്തേക്കെന്ന് ചോദിക്കണം. പെട്ടെന്ന് പവിത്രയുടെ കയ്യിൽ നിന്ന് ഒരു പാമ്പിനെ ഇങ്ങ് എടുക്കുവാണ് പവിത്ര. ഇത് കണ്ടത് മോഹിനി ഞെട്ടിപ്പോയി. ഇതെന്താ പവിത്ര എന്ന് ചോദിക്കുകയാണ്. അയ്യോ അമ്മ, ഇത് ചുമ്മാ ഒരു ഓലപ്പാമ്പാന്ന് പറയാം, ഒരു റബ്ബർ പാമ്പ്. ഓഹോ, എന്നിട്ട് ഇനി ഇത് എവിടുന്നാ എനിക്ക് കിട്ടിയത്? ഇത് കഴിഞ്ഞ പൂരത്തിനെ അരുണേട്ടൻ വാങ്ങിച്ചോണ്ട് തന്ന ഇവിടെ, ഞാനതിങ്ങ് എടുത്തോണ്ട് വന്നു. അല്ല ഇപ്പൊ ഇത് വെച്ച് നീ എന്ത് പ്ലാൻ ചെയ്യാനാ? അവള് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്തെ ഇത് അവളുടെ ദേഹത്ത് കൊണ്ട് റബ്ബർ പാമ്പല്ലേ, പിന്നെ അവള് പേടിച്ച് അലറി വിളിച്ചിറങ്ങി ഓടൂന്ന് പറയാണ്. പിങ്കി പറഞ്ഞു, പണ്ടത്തെ ഒരു ചെറിയ ട്രിക്ക് അത്ര മാത്രം, എന്നാലും അവളെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാനായിട്ട് പറ്റും, അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയണ. അതല്ല ഇത് ഏക്കോന്ന് മോഹിനി ചോദിക്കുക. ഏൽപ്പിക്കണമല്ലോ, നമുക്കിത് കൊണ്ടൊരു പണിയും കൂടെ ഒപ്പിക്കാന്ന്. ഒരു കാര്യം ചെയ്യാം, രാത്രി ആയല്ലോ, മോഹിനി ചെറിയമ്മ പവിത്രയും കൂടെ മുറിയിലേക്ക് പോകും, ഞാൻ വെളിയിൽ നിൽക്കാം, ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കണല്ലോ എന്ന് പറയാം. ശരി. അങ്ങനെ പവിത്ര റബ്ബർ പാമ്പൊക്കെ ആയിട്ട് മുറിയിലേക്ക് പോവാണ്. മുറിയുടെ വെള്ളിലെത്തിയതും പറഞ്ഞു, അതെ മുറിക്കകത്ത് വെട്ടം കാണത്തില്ല, ടോർച്ച് മിന്നിച്ചോണ്ട് അങ്ങോട്ട് പൊക്കോളാൻ പറയണം. അങ്ങനെ പവിത്രയും മോഹിനിയും കൂടെ റബ്ബർ പാമ്പൊക്കെ ആയിട്ട് ഒരു ടോർച്ച് അല്ല മൊബൈലിന്റെ വെട്ടം ഉണ്ടല്ലോ, അതൊക്കെ മിന്നിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേനും ഗാഥ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. ആ മൊബൈലിന്റെ വെട്ടത്തില് ഇത് തന്നെ പറ്റിയ അവസരം. അങ്ങനെ ഇടാന്നൊക്കെ ഓർത്തിട്ട് പവിത്ര ഇങ്ങനെ കൈയെടുത്തപ്പോ പെട്ടെന്ന് മുമ്പോട്ട് നോക്കിയപ്പോ ഒരു മുഖംമൂടി അതവിടെ കിടന്ന് ഇങ്ങനെ അനങ്ങുക കണ്ടത്. ഇത് കണ്ടതും പവിത്രയും മോഹിനിയും അലറി വിളിച്ച് അവിടെ കിടന്നിട്ട്, കാരണം പെട്ടെന്ന് ഒരു നിമിഷം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതായിപ്പോയി. എന്താ സംഭവിച്ച ആരൊന്നും അറിയത്തില്ല. പുറത്ത് നിന്ന് പിങ്കി ഓർത്ത് തന്നെ അവരുടെ കരച്ചിലാന്ന് ഓർത്തണ്ട അകത്തേക്ക് ഓടി കയറി വരുവാണ്. പിങ്കിയും ഞെട്ടിപ്പോയി, കാരണം ആ രൂപം കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പേടിപ്പിക്കാൻ വന്ന് ഗാഥേനെ പേടിപ്പിക്കാൻ വന്ന് അവര് പേടിച്ചൊരു പരുവായിപ്പോയി. ഈ സമയത്ത് ഗാഥ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേക്കുവാണ്. ഇവരുടെ ഒച്ചപ്പാടും അലർച്ചയെല്ലാം കേട്ടിട്ട് ഗാഥയും കണ്ട് ഈ രൂപത്തിന്. പിന്നീട് ആ രൂപം പതുക്കെ തന്നെ മാസ്ക് അങ്ങോട്ട് മാറ്റുകയാണ്. മാറ്റുമ്പോ ആരാ? നന്ദയാണ്. ഗാഥയ്ക്കിട്ട് പണി കൊടുക്കാൻ വരുമെന്ന് നന്ദയ്ക്ക് അറിയായിരുന്നു, കാരണം പിങ്കി മോഹിനിയൊക്കെ അല്ല ആൾക്കാര്. അപ്പൊ ഗാഥ പേടിപ്പിക്കാൻ വരുന്ന അവർക്കിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് നന്ദ മനഃപൂർവ്വം ചെയ്ത കാര്യമാണത്. നന്ദനെ കണ്ടു കഴിഞ്ഞ് ഇവരൊന്ന് ഞെട്ടി. എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന്. ഇതല്ല, ഇതിലപ്പുറവും കാഴ്ച വെക്കുന്നവരാന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാന് ഗാഥയുടെ രക്ഷയ്ക്കായിട്ട് ഇവിടെ എത്തിയത്. ഗാഥ പാവം പേടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതെ, മോള് വിഷമിക്കണ്ട കേട്ടോ, ഇവരിങ്ങനെ പല നമ്പറുകളും ഇട്ടുന്നുള്ളൂ, മോള് ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ആകെപ്പാടെ ചമ്മി നാണം കിട്ട പിങ്കിയും മോഹിനിയും പവിത്രയൊക്കെ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗാഥയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അല്ല അവരുടെ സ്വഭാവമൊക്കെ ഞാൻ ചേച്ചി നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ, ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും കട്ട സപ്പോർട്ടുമായിട്ട് ഈ നന്ദേച്ചി കൂടെ ഉണ്ടാവും, മോള് ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ്. പിന്നീട് നന്ദ മുറിയിലേക്ക് പോവാ. പിന്നെ കാണിക്കുന്ന മഹേശ്വരൻ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക, എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. ഈ സമയത്താണ് അങ്ങോട്ട് ലക്ഷ്മിയമ്മ വരുന്നത്. ലക്ഷ്മി വന്നിട്ട് മഹേശ്വരനോട് സംസാരിച്ചോണ്ടിരിക്കുക. അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി, അതിന് വല്ല തീരുമാനമായെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടതും മഹേശ്വരൻ എഴുന്നേറ്റു. എന്റെ പൊന്നു ലക്ഷ്മി, നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ? ഇവിടെ മനുഷ്യൻ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ നിൽക്കുക. ഏട്ടത്തിൽ പോയിട്ട് മാസം 3 ഇതുവരെയായിട്ട് വിവരമില്ല. ഇനി തിരിച്ചു വരുവോ അതോ വരത്തില്ലയോ ഒന്നും അറിയത്തില്ല. അറിയാലോ, അതിന്റെ വിഷമത്തിലിരിക്കുക. അതിന്റെ വിഷമം മാത്രമല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ. ഏട്ടത്തിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരണ്ടേന്ന് ചോദിക്കണം. ഇത് കേട്ടതും ലക്ഷ്മി ചോദിച്ചു, ഏട്ടത്തിയുടെ സ്ഥാനത്ത് വേറെ ആളോ? അതെങ്ങനെ ശരിയാവും? ഏട്ടത്തി തിരിച്ചു വരൂല, ആ ഒരു ഉറപ്പ് വിശ്വാസം പോലെ നമുക്കെന്ന് ചോദിക്കണം. വിശ്വാസം വെച്ചുകൊണ്ടിട്ട് കാര്യമില്ലല്ലോ.
ലക്ഷ്മിയും. കാരണം കാര്യങ്ങളൊക്കെ ഓടണ്ടേ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, എസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ഓടണം, ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ഓടണം, അങ്ങനെ എല്ലാ സ്കൂളിന്റെ കാര്യം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഓടണം. ഈ കാര്യങ്ങളൊക്കെ ഓടണമെങ്കിൽ ആ സ്ഥാനത്തിൽ ഏട്ടത്തി ഒപ്പിടേണ്ട സ്ഥാനത്ത് അതിപ്പോ ഏട്ടത്തി തിരിച്ചു വരുമെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. വന്നിട്ട് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായ അതിന്റെ സമയങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് ശമ്പളമൊക്കെ കൊടുക്കണ്ടേന്ന് ചോദിക്കണം. അപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായത്. അല്ല, അതിനിപ്പോ എന്ത് ചെയ്യും? ഇവിടത്തെ കീഴ്വഴക്കം അനുസരിച്ച് ആരാ ഇവിടേക്ക് കയറി വന്ന മൂത്ത മരുമോളല്ലേ അതിന്റെ സ്ഥാനം വഹിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങ് ചെയ്താൽ പോരേന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മിയമ്മ കുറെ ആലോചിച്ചതിന് ശേഷം ശരിയാ, എന്നാ നമുക്കത് അങ്ങനെ അങ്ങോട്ട് ചെയ്യാന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് ആകെപ്പാടെ സമനില തെറ്റിയ പോലെ ബാലാജി എന്ത് ചെയ്യുവാണ്? തന്റെ ഗുണ്ടകളിൽ ഒരുത്തന്റെ കർണം തീർത്ത് മൂന്നാളിനും പൊട്ടിക്കുക. നാണമില്ലേടാ, മൂന്നാലവന്മാര് പോയിട്ട് ഒന്നും ഒരു വിവരം കിട്ടാതെ തിരിച്ച് നാണം കിട്ട് വന്നേക്കുന്നു. നിന്നെയൊക്കെ എന്തിനാടാ ചെല്ലും ചെലവും തന്നെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നത്? വെറുതെ ആണെന്ന് തോന്നുന്നത്. പോങ്ങന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ചീത്തയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല സാർ, ഞങ്ങൾ അവിടെ എല്ലാം അന്വേഷിച്ചു. അവൾ എങ്ങോട്ടാ പോയെന്ന് ഒരു വിവരവും കിട്ടിയില്ല. അവൾ ഈ ചെമ്പമ്മേടിലില്ല. ചെമ്പമ്മേട് മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കിന്ന് പറയാണ്. നീയൊക്കെ പോയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അത് അവളെ കുറിച്ച് അറിവുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. അവർ നമുക്ക് വേണ്ടെന്ന് വിവരം നൽകുമെന്ന് പറയാം. അതാരാന്ന് നോക്കിയുമ്പോഴത്തേനും വാവച്ചൻ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. വാവച്ചൻ വന്ന് ബാലാജിന് മുമ്പിൽ നിന്നു. അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ? അവൾ എവിടെയുണ്ട് ആ ഗാഥ? അല്ല ബാലാജി, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മതി. അവൾ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയണം എന്ന് പറയണം. അവൾ ഇപ്പോൾ ഉള്ളത് ACP ഗൗതം മഹേഷിന്റെ വീട്ടിലാണ്. ACPയുടെ വീട്ടിലോ? അത് ACPയുടെ വീട്ടിൽ തന്നെ ഉള്ളത്. അവളെന്നാ കടത്തിക്കൊണ്ട് പോയത് നന്ദയുണ്ടല്ലോ, അവളാന്ന് പറയണം. ഇത് കേട്ടത് ഒരു ഞെട്ടലുണ്ടാവാണ് ബാലാജിയില്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യണം നീ ബാലാജിക്കറിയാം. അല്ല, വാവച്ചൻ എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അതിപ്പം ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെ അവിടെ നിന്ന് ഇറക്കണം. ആ ഗാഥേനെ അവിടെ നിന്ന് ഇറക്കി പുറത്തിറക്കിയാൽ മാത്രം മതി. ബാക്കി കാര്യം ബാലാജി ഏറ്റു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. അല്ല ബാലാജി, 2 ലക്ഷം രൂപ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ ഞാൻ ഓഫർ തന്നേക്കുക. 2 ലക്ഷം രൂപയ്ക്ക് പറ്റുമോ ഇല്ലയോ എന്ന് പറയണം. അവസാനം 2 ലക്ഷം രൂപയ്ക്ക് മുന്നില് നമ്മുടെ വാവച്ചനും അങ്ങനെ മൂക്ക് കുത്തുവാണ്. അവസാനം സമ്മതിച്ചു. ശരി ബാലാജി, ഞാൻ അവളെ പുറത്തിറക്കി തരാന്ന് പറയണം. ബാലാജി അങ്ങനെ ഗാഥേനെ ആ വീട്ടിൽ നിന്ന് ഇറക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശം കൂടെ ആയിരുന്നല്ലോ വാവച്ചന്റെ. മഹേശനെ രക്ഷിക്കാന്നുള്ളത്. അപ്പൊ പൈസയും കിട്ടും, ഒരു ശല്യം ഒഴിവായി കിട്ടും. അങ്ങനെയായിരുന്നു വാവച്ചന്റെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നീട് കാണിക്കുന്ന മഹേശന് എല്ലാവരെയും വിളിച്ച് ഹാളിലേക്ക് വരുത്തിയിരിക്കുകയാണ്. പിന്നീട് മഹേശന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാ ശരി, അങ്ങനെ ചെയ്യാട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. അല്ല, ഞാൻ വിളിച്ചതേ ജഗന്നാഥനെയാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവനും അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാന്ന് പറയണം. ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല ഇനി എല്ലാവരോടും സംസാരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ ലക്ഷ്മി, എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ, ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എല്ലാരെയും വിളിപ്പിച്ച് എന്തിനാണെന്നറിയാവോ? അരുന്ധതി ഏട്ടത്തി പോയിട്ട് 3 മാസമായി. ഭക്തിയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞിട്ട് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. തിരിച്ചു വരുവേലെന്നൊന്നും അറിയത്തില്ല. അതിന്റെ വിഷമത്തിലാ നമ്മളെല്ലാരെന്നും അറിയാം. പക്ഷെ അങ്ങനെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. ഈ കുടുംബത്തിൻ്റെത് അതിൻ്റെതായ ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. കീഴ്വഴക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആ സ്ഥാനത്തേക്ക് ഒരാൾ വേണം. പറഞ്ഞ് മനസ്സിലായെന്ന് ചോദിക്കണം. ഇപ്പൊ എല്ലാവർക്കും അതിന്റെ ഗൗരവം മനസ്സിലായി. പിന്നീട് മോഹിനി ചോദിച്ചു, അല്ല ഏട്ടന്റെ പ്ലാൻ എന്താന്ന് ചോദിക്കുകയാണ്. അല്ല, ഏട്ടത്തിയുടെ സ്ഥാനത്ത് ഇവിടെ ഒരാൾ വരണം. കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ഈ കുടുംബത്തിലെ മൂത്ത മരുമോളാണ് ആ സ്ഥാനം നിർവഹിക്കേണ്ടത്. ആ സ്ഥാനം നിർവഹിക്കാനായിട്ട് ഇപ്പൊ മൂത്ത മരുമോളെന്ന രീതിയിൽ ഇവിടെ ആരാ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. ലക്ഷ്മി പറഞ്ഞു, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. മോഹിനി പറഞ്ഞു, ഇനി ഇപ്പം മൂത്ത മരുമോൾക്ക് ആ സ്ഥാനം കൊടുക്കില്ല ഞാൻ പറഞ്ഞുകൊണ്ട് ആയില്ല. കാരണം അത് കീഴ്വഴക്കങ്ങളാണ്. ലക്ഷ്മിയും പറഞ്ഞു, ആചാരമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് മാത്രമേ നടക്കുകയുള്ളൂ. ഇനിയിപ്പൊ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. മഹേശൻ പറഞ്ഞു, അല്ല അതിന് ആർക്കും ഒരു എതിർപ്പൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ്. മോഹിനി പറഞ്ഞു, ആർക്ക് എതിർപ്പ്? ഒരു എതിർപ്പില്ലെന്ന് പറയണം. പിങ്കിയുടെ മോഹമൊക്കെ ഇങ്ങോട്ട് മാറി അങ്ങോട്ട് ഇരിക്കണം. വല്ലാത്തൊരവസ്ഥയിലായിരിക്കണേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇനി നമ്മൾ നിർത്താൻ പോകുന്ന നന്ദേനെയാണ്. ഒരു കെയർ ടേക്കർ എന്നുള്ള രീതിയിൽ നന്ദേനെയാണ് ആ സ്ഥാനത്തേക്ക് നമ്മൾ നിയമിക്കണേന്ന് പറയാം. ഇത് കേട്ട നന്ദയിലൊരു ഞെട്ടലുണ്ടായി. ലക്ഷ്മിയമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. നന്ദ എടുത്ത് താനോ ഈ താക്കോൽ കൂട്ടം നന്ദയുടെ കൈകളിലേക്ക് കൊടുക്കാൻ പോവാന്ന് പറയണം. പെട്ടെന്ന് നന്ദയ്ക്കൊരു ബുദ്ധിമുട്ടായി. നന്ദ ഇങ്ങ് ചാടി എഴുന്നേക്കുവാണ്. എന്നിട്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ പദവി വഹിക്കാൻ ഇത് താല്പര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടത് മഹേശ്വരൻ പറഞ്ഞു, അതെന്താ നന്ദ നീ അങ്ങനെ പറയണേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അറിയാലോ
എനിക്ക് ഭാരിച്ച ഈ ജോലികളൊന്നും തലയിലേറ്റി വെക്കാൻ പറ്റില്ല. ഞാൻ ഡോക്ടറാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ കുടുംബത്തിലെ കാർ നിർത്തിയുന്ന സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഞാൻ പകുതി സമയങ്ങളാണെങ്കിൽ ഈ വീട്ടിലും കാണത്തില്ല. അങ്ങനെ ഒരാൾക്ക് ഈ സ്ഥാനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കണം. ലക്ഷ്മിയൻ പറഞ്ഞു, അതിനിപ്പോ എന്താ മോളെ, ഇത് വലിയൊരു കെയർ ടേക്കർ എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ. നീ സൈൻ ചെയ്യേണ്ട സ്ഥാനം നീ സൈൻ ചെയ്താലൊക്കെ മതി, അല്ലാതെ വേറെ വല്ല ദുരിതം പിടിച്ച പണിയൊന്നും അല്ലാന്ന് പറയണം. വേണ്ടമ്മേ, എനിക്കിത് ശരിയാവത്തില്ലെന്ന് പറയാം. കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ പഠിച്ച് ഡോക്ടറായി കഴിയുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവളാ. അതുകൊണ്ട് എനിക്ക് ഈ ഉത്തരവാദിത്തം വേണ്ട, കാർന്നോത്തി എന്നുള്ള ഈ സ്ഥാനം വേണ്ടാന്ന് പറയണം. അതുമോളെ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിക്കണം. അമ്മേ, ഞാൻ ഒരു കാര്യം പറയാം. അതിന് പറ്റിയ ഒരാൾ ഈ കുടുംബത്തിലുണ്ട്, എന്നെക്കാളും നന്നായിട്ട് ആ സ്ഥാനം വഹിക്കാനായിട്ട്. ഞാൻ ആ പേര് പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും അന്തം വിട്ട് നോക്കുകയാണ്. ഇവൾ ആരുടെ പേരെ പറയാൻ പോണേന്നുള്ളത്. പെട്ടെന്ന് പറഞ്ഞു, അതിന് ഏറ്റവും യോജിച്ച ആള് പിങ്കിയാന്ന് പറയുന്നത്. ഇത് കേട്ടതും പിങ്കിയിൽ ഒരു ഞെട്ടലുണ്ടായി. എല്ലാവരും അന്തം വിട്ട് മഹേശനും ലക്ഷ്മിയമ്മയും എല്ലാവരും പിങ്കിനെ നോക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി ഞാൻ വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.